മാൽഡീവ്സ് ടീച്ചേഴ്സ് ഇൻ്റർവ്യൂ ടിപ്സ് എന്തൊക്കെയാണ്? ആദ്യം ഈ ഓൺലൈൻ ഇൻ്റർവ്യൂ നടക്കുന്നത് ഗൂഗിൾ മീറ്റ് വഴിയാണ്. മാലദ്വീപിലെ ഗവൺമെൻറ് ഒഫീഷ്യൽസ് ഇന്ത്യയിലെ പല ഏജൻസികളുമായി കണക്ട് ചെയ്തിട്ട് ഗൂഗിൾ മീറ്റ് വഴിയാണ് ഇൻ്റർവ്യൂ നടക്കുന്നത്. രാവിലെ 9 മണിക്ക് തുടങ്ങിയിട്ട് വൈകിട്ട് 6 മണി വരെയാണ് ഇതിൻ്റെ സമയം. ഓരോ സബ്ജക്റ്റിനും ഓരോ സമയമായിരിക്കും അവർ നൽകുന്നത്. അപ്പോൾ ഓൺലൈൻ ഇൻ്റർവ്യൂവിൽ പ്രധാനപ്പെട്ട 5 സെക്ഷനിലൂടെയാണ് കടന്നു പോകുന്നത്. ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഇല്ല. ആക്ച്വലി നിങ്ങളുടെ പേരും നിങ്ങളുടെ ഡീറ്റെയിൽസൊക്കെ അവരുടെ കയ്യിൽ ആൾറെഡി ഉണ്ട്. ഓൺലൈൻ ഇൻ്റർവ്യൂ നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നല്ല രീതിയിലുള്ള ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ഇംഗ്ലീഷ് നിങ്ങൾ യൂസ് ചെയ്യണം. അതേപോലെ നല്ല ഫ്ലുവൻസി, നിങ്ങളുടെ പ്രൊനൗൺസിയേഷൻ, വെർബ്, ഗ്രാമർ എല്ലാം അവർ ചെക്ക് ചെയ്യും. അതിനൊക്കെ ഓരോ സ്കോറിങ് അവിടെ ഉണ്ട്. പിന്നെ വരുന്നതാണ് നിങ്ങളുടെ സബ്ജക്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ ചോദിക്കുന്നുണ്ടാവും അറൌണ്ട് 6 or 5 ടേംസ് അവർ ചോദിക്കും. കണ്ടിന്യൂസ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ നിങ്ങൾ ഇൻ്റർവ്യൂക്ക് പോകുന്നതിന് മുമ്പ് നല്ല രീതിയിൽ കാംബ്രിഡ്ജ് സിലബസാണ് മാൽഡീവ്സിലെ എല്ലാ ഗവൺമെൻറ് സ്കൂളിലും ഫോളോ ചെയ്യുന്നത്. അത് നല്ല രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സ്റ്റഡി ചെയ്യുക. അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. പ്രീവിയസ്ലി ആസ്ഡ് ക്വസ്റ്റ്യൻസ് ഒരുപാടുണ്ട്, പല സബ്ജക്റ്റിനും ഉണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, സ്റ്റഡി ചെയ്ത് പോവുക. മോസ്റ്റ്ലി നമുക്കത് പറയാൻ പറ്റില്ല, ബട്ട് എന്നിരുന്നാലും നിങ്ങൾ അതുപോലുള്ള ടേംസ് ആയിരിക്കും ചോദിക്കുക കൂടുതലും. ചിലപ്പോൾ ഒരു ഡെമോ ക്ലാസ് ഓൺ വൈറ്റ് ബോർഡ് ഉണ്ടാവാം. ഒരു ടോപ്പിക്ക് തന്നിട്ട് നിങ്ങൾ ആ ഡെമോ ബോർഡിൽ പോയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. അബൌട്ട് മാൽഡീവ്സിനെ കുറിച്ച് 2-3 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അബൌട്ട് മാൽഡീവ്സ് കൾച്ചർ കാര്യങ്ങളൊക്കെ കുറിച്ചിട്ട്. അതേപോലെ തന്നെ ക്ലാസ് റൂം മാനേജ്മെൻറ്റിനെ കുറിച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. വീക്ക് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ എങ്ങനെ മാനേജ് ചെയ്യാം, പ്രോബ്ലമാറ്റിക്കുള്ള സ്റ്റുഡൻസിനെ എങ്ങനെ മാനേജ് ചെയ്യാം, അതിനെക്കുറിച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ICT ടൂൾസ് ലൈക്ക് മൈക്രോസോഫ്റ്റ് ഓഫീസ്, ഓൺലൈൻ ടീച്ചിങ് ടൂൾസ് ലൈക്ക് ഗൂഗിൾ ക്ലാസ് റൂം, ഗൂഗിൾ ഡോക്സ്, ഗൂഗിൾ ഷീറ്റ്സ്, ഇതിനെക്കുറിച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പിന്നെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച്, ടീച്ചിങ്ങിൽ എങ്ങനെ നമുക്ക് AI ഉപയോഗപ്പെടുത്താം, അതിനെക്കുറിച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം. പിന്നെ നിങ്ങൾ ഒരു ഇൻ്റർവ്യൂക്ക് അറ്റൻഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നല്ല ആക്റ്റീവായിട്ട് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യുക, നല്ലൊരു പെർഫോമർ അവിടെ ആവുക. ഓക്കെ, അതിനും സ്കോർ അല്ലെങ്കിൽ അതിനും മാർക്ക് ഉണ്ട്. അപ്പോൾ അതൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ ടോട്ടൽ മാർക്ക് വരിക. അപ്പം ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നല്ലൊരു ഇൻ്റർവ്യൂ നിങ്ങൾക്ക് അവിടെ ഭംഗിയായിട്ട് പെർഫോം ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഉള്ളത്. അപ്പം എല്ലാവരും ഇതേപോലത്തെ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇതെല്ലാം ഓക്കെ.